Good morning, students. നമ്മുടെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. അതിൻ്റെ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു സെക്കൻഡ് ചാപ്റ്ററിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് തേർഡ് ചാപ്റ്ററും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ബയോസ്ഫിയർ ആണ്. അതിൽ പ്ലാന്റ്സ് എങ്ങനെയാണ് ഫോട്ടോസിന്തസിസിലൂടെ ഫുഡ് പ്രിപ്പയർ ചെയ്യണത്, അതായത് മറ്റ് ലിവിങ് ഓർഗാനിസത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യണത് പ്ലാന്റ്സ് ആണ്. ആ പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡാണ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത്, അല്ലേ? സെക്കൻഡ് ചാപ്റ്ററിൽ ആ ഫുഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഡൈജഷൻ നടക്കും. ആ ഡൈജഷനിലൂടെ ഉണ്ടായ സിമ്പിൾ ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു, അല്ലേ? പിന്നെ ആ സിമ്പിൾ ന്യൂട്രിയൻസ് ബ്ലഡിലേക്ക് അബ്സോർപ്ഷൻ നടക്കുമെന്നും പഠിച്ചു. മനസ്സിലായോ? അപ്പോൾ ഈ ബ്ലഡിലേക്ക് അബ്സോർപ്ഷൻ നടക്കുന്നത് എന്തിനാണെന്നുള്ളത് നേരത്തെ നമ്മൾ അവിടെ ഒന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിമ്പിൾ ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ സെല്ലിൽ നടക്കുന്ന മെറ്റാബോളിക് ആക്ടിവിറ്റീസിനാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആ സെല്ലിലേക്ക് അത് എത്തപ്പെടണം. ഈ സിമ്പിൾ ഡൈജഷനിലൂടെ ഉണ്ടായ സിമ്പിൾ ന്യൂട്രിയൻസൊക്കെ അതിനു വേണ്ടിയാണ് അത് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യണത്. ബ്ലഡിലേക്കും അതുപോലെ ലിംഫിലേക്കൊക്കെ വില്ലസിൽ വെച്ച് അബ്സോർബ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇത് തേർഡ് ചാപ്റ്റർ, സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു സെൽസ്. ഓക്കെ, അപ്പോൾ ന്യൂ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവർ തേർഡ് ചാപ്റ്റർ, സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു സെൽസ്. ആ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആ പേജിൽ ഒരു ഡൗട്ട്, സാബു ആൻഡ് സിനി എന്ന് പറഞ്ഞ 2 സ്റ്റുഡൻസിൻ്റെ ഡൗട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സ്ക്രീനിലൊന്ന് നോക്കുക എല്ലാവരും. സിമ്പിൾ ന്യൂട്രിയൻസ് റീച്ച് സെൽസ് ത്രൂ ബ്ലഡ്. ഇഫ് സോ, ഡസ് ബ്ലഡ് എൻ്റർ സെൽസ്? അതായത് സിമ്പിൾ ന്യൂട്രിയൻസ് ഒക്കെ സെല്ലിലേക്ക് എത്തുന്നത് ബ്ലഡിലൂടെയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് സെല്ലിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ, എൻട്രി ചെയ്യണുണ്ടോ എന്നുള്ളതാണ് കുട്ടിയുടെ സംശയം. അപ്പോൾ അതെങ്ങനെയായിരിക്കും നടക്കുക? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതായത് സെല്ലിലേക്കൊക്കെ ഈ സിമ്പിൾ ന്യൂട്രിയൻസ് എത്തുന്നുണ്ട്, പക്ഷേ എത്തുന്നുണ്ടെങ്കിൽ അത് ബ്ലഡിലൂടെയാണ് എത്തുന്നത്. അപ്പോൾ ബ്ലഡ് സെല്ലിലേക്ക് പ്രവേശിക്കുന്നുണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ എല്ലാ സബ്സ്റ്റൻസസിനെയും ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് ബ്ലഡാണ്. അതെല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇപ്പോൾ സിമ്പിൾ ന്യൂട്രിയൻസ് ആണെങ്കിലും അതർ സബ്സ്റ്റൻസസ് ആണെന്നുണ്ടെങ്കിലും അതെല്ലാം സെല്ലിലേക്ക് എത്തുന്നത് ത്രൂ ബ്ലഡിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫങ്ഷൻ നടക്കുന്നതിന് ബ്ലഡിൻ്റെ സ്ട്രക്ചർ എത്രത്തോളമാണ് ഹെൽപ്പ് ചെയ്യണമെന്നുള്ളത് നമുക്ക് പഠിക്കാം ഈ ചാപ്റ്ററിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്ക്രീനിൽ നോക്കൂ. ഒരു ടെസ്റ്റ് ട്യൂബിൽ ബ്ലഡാണ് കാണുന്നത്. ഇപ്പോൾ ബ്ലഡ് സാധാരണ അങ്ങനെയാണോ കാണുക? അല്ല, അല്ലേ? ബ്ലഡ് റെഡ് കളറിലാണ് നമുക്ക് കാണാൻ പറ്റുക. ടെസ്റ്റ് ട്യൂബിൽ കാണുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ അതുമല്ല, ബ്ലഡ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ക്ലോട്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ബ്ലഡ് ക്ലോട്ടാവാതിരിക്കാൻ വേണ്ടി ആ ബ്ലഡിലേക്ക് EDTA എന്ന് പറഞ്ഞൊരു ആൻറ്റി കൊയാഗുലൻ്റ് ആഡ് ചെയ്യും. ആ ആൻറ്റി കൊയാഗുലൻ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലഡിലെ 2 കോമ്പോണൻസ് ആണ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലാസ്മ. അപ്പോൾ ഈ ആൻറ്റി കൊയാഗുലൻ്റ് ആഡ് ചെയ്യണത് എന്തിനാണെന്നറിയോ? ഈ പ്ലാസ്മയും ബ്ലഡ് സെൽസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ EDTA, അതായത് എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ് എന്ന ആൻറ്റി കൊയാഗുലൻ്റ് ആഡ് ചെയ്യണത്. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ടെസ്റ്റ് ട്യൂബിൽ കാണുന്നത് പോലെ ബ്ലഡ് പ്ലാസ്മ മോളിലും താഴെ ബ്ലഡ് സെൽസുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണും. ഓക്കെ,
അപ്പോൾ ഡൈജഷനിലൂടെ ഉണ്ടായ സിമ്പിൾ ന്യൂട്രിയൻസും മറ്റ് സബ്സ്റ്റൻസസും ഒക്കെ സെല്ലിലേക്ക് എത്തുന്നത് ബ്ലഡിലൂടെയാണ്. അപ്പോൾ ഈ സബ്സ്റ്റൻസസിനെയൊക്കെ സെല്ലിലേക്ക് എത്തിക്കാനായിട്ട് ബ്ലഡിൻ്റെ സ്ട്രക്ചർ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ബ്ലഡിലെ കോമ്പോണൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയണ്ടേ. അതിന് ആ ബ്ലഡിലെ കോമ്പോണൻറ്റ്സ് അറിയുന്നതിനുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞത്. എന്താണ്? ബൈ ആഡിങ് EDTA, which is an anticoagulant of blood, to a test tube containing a blood and wait for some time. Then we can observe blood cells and the liquid part of the blood separated. Okay. അപ്പോൾ ഏതൊക്കെയാണ് ബ്ലഡിലെ കോമ്പോണൻറ്റ്സ്? പ്ലാസ്മ ആൻഡ് ബ്ലഡ് സെൽസ്. പ്ലാസ്മ 55% പ്ലാസ്മ ആയിരിക്കും, 45% ബ്ലഡ് സെൽസും ആയിരിക്കും. അപ്പോൾ ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ്? നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ബ്ലഡ് സെൽസ് ഏതൊക്കെയാണെന്നുള്ളത്. 3 ടൈപ്സ് ഓഫ് ബ്ലഡ് സെൽസ് ഉണ്ട്. റെഡ് ബ്ലഡ് കോർപ്പസൽസ്, അതായത് RBC, white blood corpuscles or WBC, and platelets. These are the blood cells seen in the blood. Okay. Next, plasma. പ്ലാസ്മയാണ് ഈ ന്യൂട്രിയൻസ് ഒക്കെ, സിമ്പിൾ ന്യൂട്രിയൻസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൽ മേജർ റോള് വഹിക്കുന്നത് പ്ലാസ്മയാണ്. പ്ലാസ്മയിലൂടെയാണ് സിമ്പിൾ ന്യൂട്രിയൻസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു സിമ്പിൾ ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് പ്ലാസ്മയിലുള്ള കോമ്പോണൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന് ശ്രദ്ധിക്കൂ സ്ക്രീനിൽ. പ്ലാസ്മ ഈസ് ദ പെയിൽ യെല്ലോ കളേർഡ് ഫ്ലൂയിഡ്. ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള ഒരു ഫ്ലൂയിഡാണ് പ്ലാസ്മ. that constitutes 55% of the blood. 55% of the bloodും എന്തായിരിക്കും? പ്ലാസ്മ ആയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് പ്ലാസ്മയിലുള്ള കോമ്പോണൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. There are 3 components in plasma: water, proteins and other factors. ഏതൊക്കെയാണ്? വാട്ടർ, പ്രോട്ടീൻസ് ആൻഡ് അതർ factors. Water is up to 90 to 92%. Proteins 7 to 8%. Okay. And other factors 1% ആണ്. അപ്പോൾ പ്ലാസ്മയിൽ വാട്ടറാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലേ? 90 to 92% വരെയും വാട്ടറാണ്. അപ്പോൾ വാട്ടറിൻ്റെ റോള്, അതായത് വെള്ളം നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യത്തിന് വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ പ്രോട്ടീൻസ് 7 to 8%. പിന്നെ നെക്സ്റ്റ് അതർ ഫാക്ടേഴ്സ്. ഇനി പ്ലാസ്മയിൽ പ്രോട്ടീൻസ് തന്നെ 3 ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. 3 പ്രോട്ടീൻസും പ്ലാസ്മ പ്രോട്ടീൻസും ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ് നിർവഹിക്കുന്നത്. ആൽബുമിൻ റെഗുലേറ്റ്സ് ബ്ലഡ് പ്രഷർ, ഗ്ലോബുലിൻ ഹെൽപ്സ് ഇൻ ഡിഫെൻസ്, ഫൈബ്രിനോജൻ പ്ലേസ് എ മേജർ റോൾ ഇൻ ദ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. അപ്പോൾ എന്തൊക്കെയാണ്? ആൽബുമിൻ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യും, ഗ്ലോബുലിൻ പ്രതിരോധത്തിന്, അതായത് ഡിഫെൻസിന് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധത്തിന് സഹായിക്കുകയാണ് ഗ്ലോബുലിൻ ചെയ്യുന്നത്. ഫൈബ്രിനോജൻ എന്താ ചെയ്യുന്നത്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട്, രക്തം കട്ട പിടിക്കുന്നതിൽ മേജർ റോള് വഹിക്കുകയാണ് ഫൈബ്രിനോജൻ ചെയ്യുന്നത്. അപ്പോൾ ദീസ് ആർ ദ 3 പ്ലാസ്മ പ്രോട്ടീൻസ്. ഓക്കെ. ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. നെക്സ്റ്റ് അതർ ഫാക്ടേഴ്സ്. പ്ലാസ്മയിലുള്ള അതർ ഫാക്ടേഴ്സാണ് ഏതൊക്കെ? ഫാറ്റ്, സോൾട്ട്സ്, യൂറിയ, ഷുഗർ, ഹോർമോൺസ് എക്സെട്ര. അപ്പോൾ ഈ പ്ലാസ്മയിലൂടെയാണ് സിമ്പിൾ ന്യൂട്രിയൻസ് എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യണത്. അതായത്
ഗ്ലൂക്കോസിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷനിലൂടെ ഉണ്ടായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. പിന്നെ പ്രോട്ടീൻ്റെ ഡൈജഷനിലൂടെ ഉണ്ടായ അമിനോ ആസിഡ്, ഫാറ്റിൻ്റെ ഡൈജഷനിലൂടെ ഉണ്ടായ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഈ സിമ്പിൾ ന്യൂട്രിയൻസ് ഒക്കെ ഏതിലൂടെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? പ്ലാസ്മയിലൂടെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദ simpler molecules formed as a result of digestion, namely glucose, amino acids, fatty acids, glycerol. These simple nutrients reach cells through the plasma. And plasma contain 3 components: water, proteins and other factors. There are 3 types of proteins in plasma: albumin, globulin and fibrinogen. And the other factors contain fat, salts, urea, sugar, hormones, etc. ഓക്കെ, അപ്പോൾ മനസ്സിലായോ പ്ലാസ്മ എന്താണെന്നുള്ളത്? അപ്പോൾ ഇനി അതിൽ നോട്ട്സ് എഴുതേണ്ടത് ടീച്ചർ പറഞ്ഞുതരാം. പേജ് നമ്പർ 32 ലിസ്റ്റ് ദ വേരിയസ് ടൈപ്സ് ഓഫ് ബ്ലഡ് സെൽസ്. പേജ് നമ്പർ 32 ഉണ്ടോ? അപ്പോൾ ഏതൊക്കെയാണ് വേരിയസ് ടൈപ്സ് ഓഫ് ബ്ലഡ് സെൽസ്? 3 ബ്ലഡ് സെൽസ് നമ്മൾ പറഞ്ഞില്ലേ, RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. അതൊന്ന് എഴുതുക. പിന്നെ സെക്കൻഡ് എഴുതേണ്ടത് പേജ് നമ്പർ 33 ഇൻഡിക്കേറ്റേഴ്സ്. 2 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഫാക്ടേഴ്സ് അബ്സോർബ്ഡ് ത്രൂ പ്ലാസ്മ, അതായത് പ്ലാസ്മയിലൂടെ അബ്സോർബ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഏതൊക്കെയാണ് എഴുതാം? അതായത് സിമ്പിൾ ന്യൂട്രിയൻസ് എല്ലാം എഴുതാം. ഏതൊക്കെയാ? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഓക്കെ, പിന്നെ അതർ ഫാക്ടേഴ്സ്, അതായത് ഫാറ്റ്, സാൾട്ട്സ്, യൂറിയ, ഷുഗർ, ഹോർമോൺസ്. ഇതും പ്ലാസ്മയിലൂടെ കടന്നു പോകുന്ന ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. ഓക്കെ, ദെൻ പ്ലാസ്മ പ്രോട്ടീൻ ആൻഡ് ദെയർ ഫങ്ഷൻസ്. അത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? There are 3 plasma proteins: albumin, globulin and fibrinogen. Albumin regulates blood pressure. Globulin helps in defense. Fibrinogen plays a major role in the coagulation of blood. അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ. താങ്ക് യു.